HPCL അഥവാ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് പോസ്റ്റുകളിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ PSU സെക്ടറിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് മുന്നേ ISRO വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ് PSUസിൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള BTech പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾക്കും ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കുള്ള ഒരു മികച്ച അവസരമാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കും വളരെ കൃത്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ BTech പാസ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന, ഏത് ഓപ്പർച്യൂണിറ്റിയാണ് എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്ന് തന്നെയാണ് HPCL എന്ന് പറയുന്ന PSUസിൽ വന്നിരിക്കുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റും അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റും നിങ്ങൾക്ക് മുന്നിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏറ്റവും മികച്ച അവസരം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെല്ലാമാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പൊസിഷൻ, അതേപോലെ തന്നെ അതിൻ്റെ പേ സ്കെയിൽ, അതിൽ വന്നിരിക്കുന്ന വേക്കൻസി, ഏജ് ലിമിറ്റ് ഒക്കെയാണ്. അപ്പോൾ ഈ ഏജ് ലിമിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഏജ് ലിമിറ്റ് ഒക്കെ 25 അതിനർത്ഥം ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് റീസെൻ്റ് ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ അവസരങ്ങൾ വരാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങൾക്കുള്ളിൽ, ഈ വർഷവും കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിലും പാസ് ഔട്ട് ആയവർ മാത്രമേ ഈ ഒരു കോമ്പറ്റീഷനിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ, ഡിപ്ലോമ കഴിഞ്ഞ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ അവസരങ്ങളും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഈ ഒരു പോസ്റ്റ് ആക്ച്വലി ഒരു നോൺ ടെക്നിക്കലാണ്, അതായത് ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ടെക്നിക്കൽ പോസ്റ്റുകൾ മാത്രമാണ്. അപ്പോൾ ഇതിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ എന്ന് പറയുന്ന പോസ്റ്റ്, ഇതിൽ 30,000 to 1,20,000 ആണ്. ഇത് ഇൻ ഹാൻഡ് എത്ര വരുന്നൊക്കെയുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 50 വേക്കൻസിയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിലുള്ളത്. 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങൾക്ക് മുന്നിൽ ലഭിക്കുന്ന, ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന നല്ലൊരു അവസരം തന്നെയാണ്. ഇനി ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും 30,000 to 1,20,000 ആണ്. 15 ഒഴിവുകളാണുള്ളത്. എഗെയിൻ 3 ഇയർ ഫുൾ റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് മുന്നിലുള്ള നല്ല 2 അവസരങ്ങളാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിലും ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലും. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്, BTech കഴിഞ്ഞ ആളുകൾക്കില്ലെന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. 3 ആളുകൾക്കാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്ക് ഏറ്റവും കൂടുതൽ, അതായത് 50,000 to 1,60,000 ആണ്. ഇതെന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. 50,000 ഒന്നും അല്ല കേട്ടോ സാലറി വരിക. നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 98 വേക്കൻസീസ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വന്നത്. ബെസ്റ്റ് നമ്പർ തന്നെയാണല്ലേ, നല്ലൊരു നമ്പർ തന്നെയാണ്. പ്രത്യേകം മനസ്സിലാക്കി, 25 ആളുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 25 വയസ്സുള്ളവർക്ക് മാത്രമാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിനർത്ഥം എന്താണ്, റീസെൻറ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കോമ്പറ്റീഷൻ അതുകൊണ്ട് തന്നെ കുറവായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കോമ്പറ്റീഷൻ കുറവായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള കോമ്പറ്റീഷനാണ് ഇനി ഉണ്ടാവുക. അതായത് നേരത്തെ പഠിച്ചു തുടങ്ങി വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആളുകളിലെ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് വരില്ല എന്നുള്ള വ്യത്യാസം ഓർത്തിരിക്കുക. ഇവിടെ ക്വാളിഫിക്കേഷൻ 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ അലൈഡ് ബ്രാഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നമ്മൾ നോക്കുകയാണെങ്കിൽ എഗെയിൻ 50,000 to 1,60,000 ആണ് വേക്കൻസീസ്. മെക്കാനിക്കൽ അത്ര ഇല്ലെങ്കിലും 35 നല്ലൊരു നമ്പർ തന്നെയാണ്. 35 വേക്കൻസീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിന് അതും 50,000 to 1,60,000 ആണ്. 16 ഒഴിവുകളാണുള്ളത്. ഏജ് ലിമിറ്റ് 25 4 ഇയർ റെഗുലർ BTech ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ HPCL വന്നിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അതല്ലാണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ പലരും പറയാറുണ്ട് 2025 പാസ് ഔട്ടായി ഞങ്ങൾക്ക് മുന്നിൽ അവസരങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. ഒരുപാട് അവസരങ്ങളുണ്ട്. ISRO സയൻറ്റിസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ, അതേപോലെ തന്നെ ഇപ്പോൾ HPCL വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂണിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇലക്ട്രിക്കൽ
മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അങ്ങനെ ഒട്ടനേകം അവസരങ്ങളുണ്ട്. അതൊന്നും മിസ് ചെയ്യരുത്. സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡേറ്റ്സുകൾ നമ്മൾ നോക്കണം. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് 1st June ആണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30th June ആണ്. അപ്പോൾ ഈ മാസം ലാസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് എക്സ്പീരിയൻസ്ഡ് പോസ്റ്റ് ആണ് കേട്ടോ. അത് 15th July ആണ്. അത് ഫ്രഷേഴ്സിനുള്ള പോസ്റ്റുണ്ട്, എക്സ്പീരിയൻസിനുള്ളതുണ്ട് കേട്ടോ. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫ്രഷേഴ്സിനുള്ള പോസ്റ്റ് മാത്രമാണ് പറഞ്ഞത്. കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു എഞ്ചിനീയറിംഗ് വരുന്ന സമയത്ത് അതിൻ്റെ കുറേ അലൈഡ് ബ്രാഞ്ചസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ അലൈഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ, ഇൻ്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രി ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറ്റും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ മെറ്റീരിയൽ സയൻസ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ മെക്കാനിക്കൽ സിസ്റ്റം ഡിസൈനും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. മെക്കാനിക്കലും അതിൻ്റെ അലൈഡ് ബ്രാഞ്ചസും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ അലൈഡ് ബ്രാഞ്ചസ് ഏതൊക്കെ വന്നിരിക്കുന്നത്? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പവർ സിസ്റ്റം, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ദെൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രിക്കൽ പവർ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയർ, ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി ഇതേപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ അലൈഡ് ബ്രാഞ്ചസ്. സിവിലിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് അത് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിങ്, സിവിൽ എഞ്ചിനീയറിംഗ് എൻവിറോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ദെൻ സിവിൽ ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് കൺസ്ട്രക്ഷൻ ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് എഞ്ചിനീയറിംഗ്, സിവിൽ ടെക്നോളജി, ഇൻ്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രി സിവിൽ ആയിക്കോട്ടെ, സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതാണ് ക്വാളിഫിക്കേഷൻ ആൻഡ് അലൈഡ് ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സിൽ ഇതിൽ ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, CBT ഉണ്ടാവും, അതേപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സിൽ വരുന്നുണ്ടാവുക. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെ എന്തൊക്കെ ടോപ്പിക്കുകൾ വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അത് എല്ലാ PSUസിലും വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. ദിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ, അത് ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. ഈ ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജിൽ കംപ്രൈസിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ക്വാളിഫൈങ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് റിക്വയർ ഫോർ ദ അപ്ലൈഡ് പോസ്റ്റ്. അതായത് നിങ്ങളിപ്പോൾ BTech ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ കോർ സബ്ജക്റ്റ്, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിൻ്റെ കോർ സബ്ജക്റ്റ്, സിവിൽ ആണെങ്കിൽ സിവിലിൻ്റെ കോർ സബ്ജക്റ്റ്. അപ്പോൾ അതാണ് ഈ ഒരു എക്സാം പാറ്റേൺ. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് സിലബസിൽ പോർഷൻസ് ആയിട്ട് വരാൻ പോകുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിങ്ങൾക്ക് സാലറി എത്രത്തോളം വരുന്നുണ്ടെന്നല്ലേ. അപ്പോൾ സാലറി ഈ ഡിപ്ലോമ ലെവൽ പോസ്റ്റുകൾ നോക്കി 3 lakh to 30,000 to 1,20,000 ഇയർലി നിങ്ങൾക്ക് 10.63 lakh കിട്ടുന്നുണ്ട്. അതായത് ഒരു BTech എഞ്ചിനീയർ ഉണ്ടല്ലോ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, അതിലുണ്ട് അവർ മെൻഷൻ ചെയ്ത് 50,000 to 1,60,000 അല്ലേ. അതായത് നിങ്ങൾക്ക് CTC ആയിട്ട് ഒരു വർഷം ലഭിക്കാൻ പോകുന്നത് 17.72 ലക്ഷം രൂപയാണ്. അതായത് ഇതൊരു ചെറിയ സാലറി അല്ല. മാസം നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയുടെ നിയർ ബൈ നിങ്ങൾക്ക് സാലറി കിട്ടും. 1 lakh എബോവ് തന്നെ സാലറി ആയിട്ട് തന്നെ കിട്ടുമെന്നാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് HPCL പോലുള്ള PSUസിലൂടെ നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുവർണ്ണ ജോലി തന്നെയായിരിക്കും, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും HPCL കോഴ്സിന് വേണ്ടി എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഈ എക്സാമിനെ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്ന് അറിയാത്ത ആളുകളാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇത് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയും എൻട്രിയോടൊപ്പം പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലുള്ള ഇൻഫർമേഷൻസ് ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. BTech ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ ഒരിക്കലും അവസരം നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അപ്പോൾ ഇതൊരു നല്ല അവസരമായിട്ട് കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1st June ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30th June ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും മാറ്റി വെക്കരുത്. അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.